Hi everyone, welcome to your health and wellness. It's me Shamiruddin, Al Zaitun Pharmacy, Kalba Fujairah. എത്ര ചാടിയ കുടവേറാണെങ്കിലും 7 ദിവസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന 2 എക്സസൈസുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഡ്രിങ്കും കൂടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതിൽ പറയുന്ന 2 എക്സസൈസുകൾ വളരെ ഈസിയാണ്. നിങ്ങൾ കിടക്കുന്ന ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് തറയിൽ ഒരു മാറ്റ് വിരിച്ചിട്ടും ചെയ്യാവുന്നതാണ്. വെറും ഒരു 10 മിനിറ്റ് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക, എന്നിട്ട് ഒരേ സമയം നമ്മുടെ കാൽഭാഗം പൊക്കുക, നമ്മൾ അരയോളത്തോളം പൊക്കുക, അതേപോലെ കൈയും അതേപോലെ പൊക്കുക, താഴ്ത്തുക. ഇത്ര ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു 60 സെക്കൻഡ് തുടർച്ചയായി ചെയ്യുക. പിന്നെ ഒരു 30 സെക്കൻഡ് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. വീണ്ടും 60 സെക്കൻഡ് ഇങ്ങനെ ചെയ്യുക. പിന്നെ ഒരു 30 സെക്കൻഡ് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എക്സസൈസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽ പിന്നെ നിങ്ങൾ ബെഡിലേക്ക് തട്ടരുത്. അതിന്റെ കുറച്ച് ഒരു ഹൈറ്റിലാക്കിയിട്ട് നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് അതേപോലെ പൊക്കിക്കൊണ്ടുവരിക, അതേപോലെ താഴ്ത്തുക. അങ്ങനെ ചെയ്യുക. ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ എക്സസൈസ് ഇതിനേക്കാളും എളുപ്പമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. രണ്ടാമത്തെ എക്സസൈസ് ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ്. കിടന്ന സ്ഥലത്ത് കിടന്നിട്ട് നിങ്ങളുടെ തലഭാഗം കുറച്ചൊന്ന് ഉയർത്തി വെക്കുക. എന്നിട്ട് ഒരു സൈക്ലിംഗ്, എയറിൽ നിങ്ങൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 1 മിനിറ്റ് ചെയ്യുക. പിന്നെ 30 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക. വീണ്ടും അങ്ങനെ ഇതേപോലെ ചെയ്യുക. തലഭാഗം എന്തായാലും ഉയർത്തിയിരിക്കണം. ഒരു ചെസ്റ്റിന്റെ കുറച്ച് ഭാഗം കുറച്ച് മേൽപോട്ട് ഉയർത്തി വെച്ചിട്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു 30 സെക്കൻഡ് ഒന്ന് ബ്രേക്ക് എടുക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. വീണ്ടും അതേപോലെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു 10 മിനിറ്റ് ഡെയിലി ചെയ്യുക. ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ കുടവേറ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഞാനൊരു ഹെൽത്ത് ഡ്രിങ്കും കൂടെ പറഞ്ഞു തരാം. ഇതും കൂടെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ വയറിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റുകൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു മെറ്റബോളിസം കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അത് അലിയിച്ച് കളയും. അതൊന്നുമില്ല, നിങ്ങളെ വീട്ടിൽ കിട്ടുന്ന, അടുക്കളയിൽ കിട്ടുന്ന ഗ്രാമ്പു, ഒരു 10 ഗ്രാമ്പു 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയിട്ട് ഒരു ലൈറ്റ് ചൂടിൽ നിങ്ങൾ അത് വെറും വയറ്റിൽ കുടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ ആ ചൂടോടുകൂടി കുടിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ടാണ് ഈ എക്സസൈസിന് കിട്ടുക. ഏത് തരത്തിലുള്ള എക്സസൈസ് ആയാലും, ആദ്യം പറഞ്ഞതായാലും രണ്ടാമത് പറഞ്ഞതായാലും, ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. 7 ദിവസവും 10 ദിവസം 15 ദിവസം അങ്ങനെ കൂടിക്കൂടി നിങ്ങൾക്ക് എത്രയും വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളമാണ് നിങ്ങളുടെ കുടവേറ് കുറക്കേണ്ടത് അല്ലെങ്കിൽ വയറ് കുറക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത്ര ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. സാധാരണഗതിയിൽ ഒരുപാട് ഡയറ്റ് എടുക്കും, എക്സസൈസ് ചെയ്യും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ കുടവേറ് കുറയില്ല. ഈ സാഹചര്യത്തിൽ വളരെ ഹെൽപ്ഫുൾ ആണ് ഹെൽത്ത് ഡ്രിങ്കും കൂടെ കുടിച്ചതിന് ശേഷം ഈ എക്സസൈസ് ചെയ്യുക. ഈ എക്സസൈസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. എന്നാൽ പ്രഗ്നന്റ് ആയ സമയത്തോ പീരീഡ് ആയ സമയങ്ങളിലോ ഈ എക്സസൈസ് ചെയ്യാൻ പാടില്ല. അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. പ്രഗ്നൻസിക്ക് ശേഷം 90 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി. വികസിച്ചിരിക്കുന്ന യൂട്രസിനെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ടും വയറ് കുറക്കാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. എക്സസൈസിന് മുമ്പ് ഞാൻ കുടിക്കാൻ പറഞ്ഞ ഈ ഡ്രിങ്ക് എല്ലാവർക്കും കഴിക്കാൻ പാടില്ല. ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവര്, ബ്ലഡ് തിന്നറായ ആസ്പിരിൻ, ക്ലോപ്പിഡ്രോഗൽ എന്നിവ കഴിക്കുന്നവര് ഈ ഡ്രിങ്ക് കഴിക്കരുത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആയ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 എക്സസൈസുകളാണിത്. ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.